അരീക്കര സെൻറ്റ് റോക്കീസ് ദേവാലയം പണി കഴിപ്പിച്ചിട്ട് 112 വർഷം പൂർത്തിയാവുകയാണ്. 1900 കുഴിമുള്ളിയിൽ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് അച്ഛൻ ഉഴൂർ പള്ളിയുടെ അസിസ്റ്റൻ്റായിരിക്കുന്ന കാലത്ത് ആണ് ഈ പള്ളി ആരംഭിക്കുന്നത്. അന്ന് 223 ഇടവക്കാരാണ് ഉണ്ടായിരുന്നത്. അത്രയും പേരുടെ യാത്രാക്ലേശം പരിഗണിച്ച് അരീക്കരയിൽ ഒരു ദേവാലയം തുടങ്ങുന്നതിന് അന്നത്തെ ചങ്ങനാശ്ശേരിയുടെ വികാരി അപ്പസ്തോലിക്ക ആയിരുന്ന മാക്കിയിൽ ബഹുമാനപ്പെട്ട മത്തായി മെത്രാൻ കുഴിമുള്ളി കുര്യാക്കോസ് അച്ഛനെ ഒരു ദേവാലയം തുടങ്ങുന്നതിന് അനുവദിച്ചു. അന്നത്തെ ആളുകൾ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പിരിവെടുത്ത് കെട്ടുതേങ്ങായും പിരിവുമൊക്കെയായി പണം സമാഹരിച്ച് ഒരു ഷെഡ് കെട്ടി ആദ്യ കുർബാന ആരംഭിച്ചു. കുർബാന ചൊല്ലി. അന്ന് ആ ഷെഡ് വെഞ്ചരിച്ചതും കുർബാനയിലും കുഴിമുള്ളിയിൽ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് അച്ഛനാണ്. പിന്നീട് കാലാകാലങ്ങളിൽ വന്ന വികാരിമാർ ഈ ജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ആത്മീയമായും ഭൗതികമായും വേണ്ട ജീവിതത്തിൽ വേണ്ട നേതൃത്വം കൊടുക്കുകയും ജനങ്ങളെ സംഘടിപ്പിച്ച് കാലാകാലങ്ങളിൽ ഈ ദേവാലയം നന്നാക്കിയെടുക്കുകയും പുതുക്കിപ്പണിയുകയും ചെയ്തു. എന്നാൽ കാലം മുൻപോട്ട് പോയപ്പോൾ ദേവാലയത്തിന് ജീർണതയുണ്ടായി. ഒരു പുതിയ ആധുനിക രീതിയിലുള്ള ദേവാലയം ഉണ്ടാകണമെന്നുള്ള അവരുടെ അഭിലാഷം കണക്കിലെടുത്ത് 2008 ജനുവരി മാസം 6-ാം തീയതി കൂടിയ പൊതുയോഗത്തിൽ ഒരു പുതിയ ദേവാലയം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം അറിയിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് ഒരു ഭീകരമല്ല ഒരു കഠിന പ്രയത്നമായിരുന്നു എന്ന് പറയാം. പണം സമാഹരിച്ചും പ്രാർത്ഥിച്ചും കഷ്ടപ്പെട്ടുമെല്ലാം ഈ 5 വർഷം കൊണ്ട് അവർ ചെയ്ത ആ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഇന്ന് അവർ ജീവിതത്തിൽ അനുഭവിക്കുന്നത്. വളരെയേറെ സന്തോഷമുണ്ട് അവർക്ക്. ഈ ഒന്നിച്ചുള്ള പ്രവർത്തനം അവരുടെ ഈ ഇടവജനങ്ങളെ ഒന്നിപ്പിച്ചു എന്ന് ഞങ്ങൾക്കറിയാം. അവരവിടെ അഭിമാനം കൊള്ളുന്നു. ഈ ഇടവക്കാർ മാത്രമല്ല, ഈ പ്രദേശത്തുള്ള നാനാജാതി മതസ്ഥരായ എല്ലാ ജനങ്ങളും, പ്രത്യേകിച്ച് ഹൈന്ദവ ജനങ്ങൾ വളരെയേറെ സഹകരിക്കുകയും സംഭാവന നൽകുകയും ചെയ്തു. ആ കൂട്ടായ്മയുടെ ഫലമാണ് ഇന്ന് ഈ കാണുന്ന സൗധം. അത് പൂർത്തിയായി ഇന്നത് വെഞ്ചരിക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങൾ അഭിമാനമുള്ളവരാണ്. ആ കാര്യത്തിൽ അവരുടെ സ്നേഹമുള്ളവരാണ്. എന്നും അതിന് നന്ദിയുള്ളവരാണ്. ദൈവത്തിൻ്റെ മുമ്പ് കൈകൂപ്പി നിന്നുകൊണ്ട് അവർ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, നിന്നെ മുമ്പിൽ നിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നീ ചെയ്ത എല്ലാ നന്മകൾക്കും നിന്നോട് ഞങ്ങൾ എന്നും നന്ദിയുള്ളതായിരിക്കും. ദൈവമേ, ഞങ്ങളുടെ കൂപ്പുകൈ നിനക്ക്. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അമൂല്യമായ തിരുരക്തം വിലയായി കൊടുത്തു വാങ്ങിയ വിശുദ്ധ പള്ളിയിൽ അങ്ങയുടെ സിംഹാസനം സ്ഥാപിക്കണമേ. അങ്ങയുടെ ശരീരവും രക്തവും സംവഹിക്കുവാനുള്ള ബലിപീഠത്തെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും ഭക്തിയോടും ആദരവോടും കൂടെ അങ്ങയെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. അന്യസ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ
കുരിശുമരണമേ അങ്ങ് വീണ്ടെടുത്ത സഭയെ സമർത്ഥമായി അനുഗ്രഹിക്കണമേ. ഭിന്നതകളെല്ലാം അവസാനിപ്പിച്ച് അതിൽ സമാധാനം പാലിക്കണമേ. വിശുദ്ധിയോടുകൂടി അങ്ങേക്ക് ബലിയർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പത്രോസാകുന്ന പാറമേൽ അങ്ങ് പണിതുയർത്തിയിരിക്കുന്ന തിരുസഭ അങ്ങയുടെ ആശ്രിതർക്ക് അഭയം നൽകുന്ന സ്വർഗീയ തുറമുഖമായി തീരട്ടെ. അങ്ങയുടെ ഈ ഭവനത്തെയും പ്രാർത്ഥനയ്ക്കായി ഇവിടെ വന്നുകൂടുന്നവരെയും അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ. വിശുദ്ധീകരിക്കണമേ. ഈ ഭവനം അങ്ങേക്ക് യോഗ്യമായ വാസസ്ഥലമായിരിക്കട്ടെ. ഇവിടെ ദിവ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്കെല്ലാം പാപശാന്തി ലഭിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ജീവദായകമായ ഭൂതാശകളുടെ പരികർമ്മത്തിനും സർവശക്തനായ ദൈവത്തിന്റെ സ്തുതിക്കുമായി ഈ മധുബഹായുടെ പ്രവേശനദ്വാരം ഉസ്മാനിക്കപ്പെടുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെ നാമത്തിൽ ഉസ്മാനിക്കപ്പെടുകയും പുത്രന്റെ നാമത്തിൽ വിശുദ്ധീകരിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നവീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ ചടങ്ങുകൾ നമ്മെ അനുസ്മരിക്കുന്നു. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധം, നിന്റെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റുക എന്ന ദൈവം മോശയോട് പറഞ്ഞ വചനങ്ങൾ ഇനി ഈ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ ചെവികളിൽ വീഴും. Oh
സോളമൻ രാജാവായി അഭിഷേചിക്കപ്പെട്ട വിവരമറിഞ്ഞപ്പോൾ ടൈറിലെ രാജാവായ ഹീരാം തന്റെ കൃത്യന്മാരെ അദ്ദേഹത്തിന്റെ പക്കൽ അയച്ചു. എന്തെന്നാൽ ഹീരാം ദാവീദിന്റെ വലിയൊരു സ്നേഹിതനായിരുന്നു. സോളമൻ ഹീരാമിന് ഇങ്ങനൊരു സന്ദേശം കൊടുത്തയച്ചു: എന്റെ പിതാവായ ദാവീദ് തന്റെ കർത്താവായ ദൈവത്തിന് ഒരാലയം പണിയാൻ ആഗ്രഹിച്ചു. 4 വശത്തും നിന്നു യുദ്ധത്തിന് വന്ന ശത്രുക്കൾ മൂലം അദ്ദേഹത്തിന് അത് സാധിച്ചുവെന്ന് അങ്ങേക്കറിയാമല്ലോ. അവസാനം അദ്ദേഹം ശത്രുക്കളെ കീഴ്പ്പെടുത്തി. എനിക്കിപ്പോൾ അവിടുന്ന് എല്ലാ വിധത്തിലുമുള്ള സമാധാനം നൽകിയിരിക്കുകയാണ്. എനിക്ക് ശത്രുക്കളില്ല, അനർത്ഥങ്ങളുമില്ല. അതിനാൽ കർത്താവായ ദൈവത്തിന്റെ നാമത്തിൽ ഒരാലയം പണിയുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അതിനാൽ ലെബനാനിൽ